ശബരിമല സംരക്ഷണത്തിനായി രാജ്യ തലസ്ഥാനത്ത് സംഗമിച്ച് ഭക്ത സഹസ്രങ്ങൾ. പമ്പാതടത്തിൽ പിണറായി സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ആളൊഴിഞ്ഞ കസേരകൾ സാക്ഷിയായെങ്കിൽ ഡൽഹിയിൽ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ഭക്തർ. യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ആർക്കൊപ്പം എന്ന് തെളിയിക്കുന്നതായിരുന്നു ഡൽഹിയിലെ അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും. ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ശരണം വിളികളോടെ യഥാർത്ഥ അയ്യപ്പ സംഗമം എന്ത് എന്നുള്ളത് ഇന്ന് നമ്മൾ രാജ്യ തലസ്ഥാനത്ത് കണ്ടതാണ്. ശബരിമല സംരക്ഷണത്തിനായി രാജ്യ തലസ്ഥാനത്ത് ഭക്ത സഹസ്രങ്ങളാണ് സംഗമിച്ചത്. പറയൂ കൂടുതൽ വിവരങ്ങൾ. രോഹിണി, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിലാണ് അല്പസമയം മുമ്പ് അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും നടന്നത്. RK പുരത്തപ്പന്റെ മണ്ണിൽ വൈകിട്ട് 5:30 പരിപാടി ആരംഭിച്ചു. 8 മണിവരെ പരിപാടി നീണ്ടുനിന്നു. അയ്യപ്പ ജ്യോതിയോടുകൂടിയാണ് നമ്മുടെ ഈ അയ്യപ്പ ഭക്ത സംഗമം സമാപിക്കുകയുണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ പമ്പാതടത്തിൽ ആളൊഴിഞ്ഞ കസേരകളുമായി അവിടെ അയ്യപ്പ ഭക്ത സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടന്നെങ്കിൽ ഇവിടെ RK പുരത്തപ്പന്റെ മണ്ണിൽ ഈ കസേരകളാകെ നിറഞ്ഞ് ഭക്ത സഹസ്രങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തി എന്ന് വേണം പറയാൻ. കാരണം ഇതിന് മുൻപ് ഈ അടുത്തെങ്ങും തന്നെ ഇത്രയധികം സംഖ്യ ഇങ്ങനെയൊരു ഹിന്ദു കൂട്ടായ്മയിലേക്ക് ഒഴുകിയെത്തിയത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. ശ്രീരാമദാസ് ആശ്രമം അധ്യക്ഷൻ കൂടിയായ സ്വാമി ശാന്താനന്ദ മഹർഷി അദ്ദേഹമാണ് ഇതിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയത്. ന്യൂഡൽഹി MP ബാംസുരി സ്വരാജ്, RK പുരം MLA ആയ അനിൽ ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇനി ഇതിൽ എടുത്തു പറയേണ്ട, ഇതിനെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച കുറേയധികം ആളുകളുണ്ട്. നമ്മുടെ സംഘാടക സമിതിയിലെ ഒട്ടനവധി പേരുണ്ട്. അതിൽ നമ്മുടെ ജനം ടീമിന്റെ ഭാഗമായി ഇതിൽ കുറേയധികം ദിവസങ്ങളായുള്ള ആളുകളെ കൂടി ഒന്ന് പറഞ്ഞു പോകാതിരിക്കാനാകില്ല. ജിഷ്ണു കൃഷ്ണൻ നമ്മുടെ ഇവിടുത്തെ സീനിയർ റിപ്പോർട്ടറാണ്. ജിഷ്ണു, ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഈ പരിപാടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിനെ നേതൃത്വം വഹിച്ചയാളാണ് ജിഷ്ണു. ആ പരിപാടി വലിയ ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. അത് ഭംഗിയായി അവസാനിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇന്ന് നടന്ന ആഗോള അയ്യപ്പ സംഗമം വെച്ച് നോക്കുമ്പോൾ, ആളൊഴിഞ്ഞ കസേരകൾ നോക്കുമ്പോൾ, ഇവിടെ RK പുരത്തപ്പന്റെ മണ്ണിൽ യഥാർത്ഥ വിശ്വാസികൾ സംഗമിക്കുന്നു. എന്താണ് പറയാൻ? അതായത് ഭക്തരായിട്ടുള്ള ജനങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് RK പുരത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ആചാര സംരക്ഷണത്തിന്, അല്ലെങ്കിൽ ശബരിമല എന്ന ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവുമാണ് ഈ മുഴുവൻ ആളുകളെയും, മറ്റെല്ലാ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്രീയമാകട്ടെ, അതിനിടയിലുള്ള ജാതിയുടെ വ്യത്യാസങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റെല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തർ ഇന്ന് RK പുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിലെത്തി. ഈ വേദിയിൽ സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം, ഒപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുണ്ടായിരുന്നത് അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധാനിച്ചുകൊണ്ട് വന്ന ഭക്തരെല്ലാം ദീപം തെളിയിച്ചുകൊണ്ട്, ആ ദീപം അയ്യപ്പസ്വാമിക്ക് മുൻപിൽ, കാനനവാസന മുൻപിൽ ആ ദീപം തെളിയിച്ചുകൊണ്ട് ഈ അയ്യപ്പ സംഗമം അയ്യപ്പസ്വാമിയുടെ കാൽക്കീഴിൽ തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പരിപാടി, ആ സംഗമം, അയ്യപ്പ ഭക്ത സംഗമവും അയ്യപ്പ ജ്യോതിയും പരിപൂർണ വിജയമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ഇപ്പോ രോഹിണി, നമ്മോടൊപ്പം ഇപ്പോൾ നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ ആദ്യാവസാനം ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഓടി നടന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും നന്ദന് ഇതിന്റെ സംഘാടക രീതികളെ കുറിച്ച് എന്തൊക്കെയാണ് നടത്തിയത് എന്നുള്ള കാര്യം പറയാൻ സാധിക്കും. നന്ദൻ, എന്താണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? കാരണം കേരളത്തിൽ ഇന്നേ ദിവസം സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നു. ഇന്നിതാ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ശബരിമല സംരക്ഷണത്തിനായി യഥാർത്ഥ ഭക്തർ കൂടി ഒത്തുകൂടുന്നു. എന്താണ് പറയാൻ? ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ നമ്മൾ 1000 പേരെ മാത്രമായിരുന്നു ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നത്. 1000 പേര് പങ്കെടുക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഏതാണ്ട് 5:30 ആയപ്പോഴത്തേന് RK പുരത്തപ്പന്റെ മണ്ണിലേക്ക് ഭക്തസഹസ്രങ്ങൾ ഒഴുകിയേക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും പരിപാടി കഴിഞ്ഞ് പൂർണ്ണമായും ഭക്തർ പോയിട്ടില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇത് യഥാർത്ഥത്തിൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം, എന്നിട്ട് പോലും ഈ കസേരകൾ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഉഗ്രമായ ശരണം വിളിയും ആ ജ്യോതിയും ഒക്കെ ഇവിടെ പ്രകാശിച്ചപ്പോൾ പ്രത്യേകിച്ച് ഡൽഹിയിലെ ഭക്തർക്കിടയിലേക്ക് വലിയൊരു ആവേശമുണ്ടായി എന്ന് വേണം വിലയിരുത്താൻ. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഭക്ത സംഗമം? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് സ്വാമിയുടെ സംഭാഷണം എല്ലാം അങ്ങേയറ്റം പ്രചോദനമായിരുന്നു. കേരളത്തിലെ അയ്യപ്പ സ്വാമിയോട് എന്നും ഒരു എന്താ പറയുക, ശബരിമല നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെൻറ്റിനുള്ള ഒരു ചുട്ട മറുപടിയാണ് ഇന്ന് ഇവിടെ സ്വാമിജി കൊടുത്തത്. അതുപോലെ തന്നെ ഇത്രയും ഭക്തജനങ്ങളുടെ ഇവിടുത്തെ വരവ് തന്നെ അതിൻ്റെ ഒരു പ്രതീകാത്മകമാണ്. പിണറായി വിചാരിക്കുന്ന പോലെ ശബരിമലയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഭക്തജനങ്ങളുടെ പ്രാർത്ഥന അതിന് പിന്നിലുണ്ട്.
അതുതന്നെയാണ് അമ്മമാരും സ്ത്രീകളടക്കം പറയുന്നത്. പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം വിചാരിക്കുന്നത് പോലെ ശബരിമലയെ ഒരു തരത്തിലും നശിപ്പിക്കാൻ കഴിയില്ല, സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിജ്ഞ തന്നെയാണ് ഈ RK പുരത്തപ്പൻ്റെ മണ്ണിൽ നിന്നും ഈ ഡൽഹിയിലെ ഭക്തരെടുത്തത്. ഇവിടെ വിവിധ സംഘടനകളുടെ ഒരു പ്രാതിനിധ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. NSSന്റെയും SNDPയുടെയും വിവിധ ജാതി സംഘടനകളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ അവരുടെ ഒരു കൂടിച്ചേരൽ കൂടിയായിരുന്നു ഈ ഒരു സംഗമം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ അയ്യപ്പ സംഗമം? വളരെ നന്നായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരുന്നു. ഡൽഹിയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തിയിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. വളരെ വിപുലമായ ഒരു പ്രോഗ്രാമായിരുന്നു. വളരെ സന്തോഷം. അതെ, അത് തന്നെയാണ്. പരിപാടി കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടു, എന്നിട്ടും ഇപ്പോഴും ഭക്തർ ഇവിടെ നിന്നും പൊക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് പൂർണ്ണമായും ഈ നഗരം വിട്ട് ഭക്തർ പോയിട്ടില്ല. ഇപ്പോഴും ആ ശരണമന്ത്രത്തിൻ്റെ അലയൊലികൾ ഈ RK പുരത്തപ്പൻ്റെ മണ്ണിൽ അലയൊലിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീകാന്തിലേക്ക്. രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കേരളത്തിൽ മനസ്സിലാക്കേണ്ടത് അവിടെ NSS, SNDP ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതോടൊപ്പം വിവിധ സമുദായ സംഘടനകൾ ഈ പരിപാടിയിൽ നിന്നും സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഡൽഹിയിലെ മലയാളികൾ, ഡൽഹിയിലെ വിശ്വാസികൾ അവർ അയ്യപ്പനൊപ്പം നിന്നു, കാനനവാസനൊപ്പം നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. NSS, SNDP, സാംബോ മഹാസഭ അങ്ങനെ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ അവർ ഒരുമിച്ച് ഒരേ മനസ്സോടെ RK പുരത്തപ്പൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് പറയേണ്ടത്. ഏതാണ്ട് 32 സംഘടനകൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒരേ മനസ്സോടെ ഒഴുകിയെത്തി ഈ ഒരു വലിയ സംഗമം വിജയമാക്കുകയും ചെയ്തു. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഈ പരിപാടി? ഇത് കണ്ടതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇന്ന് കേരളത്തിൽ വലിയൊരു പരിപാടി നടന്നിരുന്നു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ആളൊഴിഞ്ഞ കസേരകളാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ഇന്നിപ്പോൾ ഇവിടെ വളരെയധികം ഭക്തർ എത്തുകയും പരിപാടി ഒരു വലിയ വിജയമായി മാറുകയും ചെയ്തു. ഇന്ന് യഥാർത്ഥ വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ട് തന്നെ ഈ അമ്പലം മുറ്റവും ഇവിടെ എല്ലാം കവർ ചെയ്ത ആൾക്കാർ ഇത്രയും എത്തിയല്ലോ എന്നുള്ളത് തന്നെ ഭയങ്കര ഇതാണ്. അയ്യപ്പൻ്റെ ശക്തിയാണിത്. ഇത്രയും ജ്യോതി തെളിച്ച് കൊണ്ടുവന്നത് ആ സമയം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു അയ്യപ്പൻ താനേ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഈ എതിരായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ട് അവിടെ നാട്ടി നടത്തുന്നതോ അല്ല. ഇത് ഭക്തരുടെ സംഗമമായിരുന്നു. അവിടെ എതിരായിട്ടുള്ളതിനായിരുന്നു. ഇതിനെ ഈ സ്വാമിജി പറഞ്ഞത് അച്ചട്ട് കാര്യമായിരുന്നു, നന്നായിരുന്നു. വളരെ അങ്ങേയറ്റം മതിപ്പുള്ള ഒരു നല്ല ഒരു സംഗമമായിട്ട് ഇതിനെ വിലയിരുത്താം. അതുകൊണ്ട് 50 ബസ് പലയിടത്തു നിന്നുമായിട്ട് വന്നിട്ടുണ്ട്. 50 ബസ്സിൽ 50 പേര് വെച്ച് അത്രയും തന്നെ ആവറേജ് ഞങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ രോഹിണി, ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഡൽഹിയുടെ വിവിധ മേഖലകളിൽ നിന്നും ഇന്ന് ഇത്ര തിരക്കുള്ള സമയമായിട്ടും ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും ആളുകൾ എത്തി എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും അത് നമുക്ക് പറയാതെ പോകാനാകില്ല. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്നിട്ടൊരു 2 മാസം ആകുന്നേ ഉള്ളൂ. ഡൽഹിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭജനം നമ്മൾ ഈ ഡൽഹിയിൽ കണ്ടിട്ടില്ല. ഒരേ മനസ്സോടെ വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ, വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ എല്ലാ പരിപാടികളിലും ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മഹാസംഗമം തന്നെ എടുക്കാം. കേരളത്തിൽ ഈ നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ കച്ചവട സംഗമം, അതിനെ വിലയിരുത്തി നോക്കിയാൽ ഡൽഹിയിൽ എല്ലാ സമുദായ സംഘടനകളും ഒറ്റക്കെട്ടായി എത്തി, എല്ലാ ഹിന്ദു സംഘടനകളും ഒറ്റക്കെട്ടായി എത്തി, എല്ലാ ക്ഷേത്ര സമിതികളും ഒറ്റക്കെട്ടായി എത്തി. അതാണ് ഈ സംഗമത്തെ വേറിട്ട് നിർത്തുന്നത്. 1000-ത്തിലധികം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ വരിഷ്ഠരായ സന്യാസിമാരുടെ പാർട്ടിസിപ്പേഷൻ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയണം. അതായത് ഇനി മേലിൽ കാനനവാസന് നേരെ, പൊന്നമ്പലവാസന് നേരെ ഒരു തരത്തിലും നിരീശ്വരവാദികളായ സർക്കാരുകളോ നിരീശ്വരവാദികൾ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളോ ചെറുവിരലനക്കാതിരിക്കാനുള്ള താക്കീത്. അതാണ് ഡൽഹിയിൽ ഇന്നുണ്ടായ അയ്യപ്പ ഭക്ത സംഗമം കൊടുത്തിരിക്കുന്ന സന്ദേശം. ഒരു പ്രമേയം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ണുള്ളവർ കാണും, കാതുള്ളവർ കേൾക്കും എന്ന് നമുക്ക് കരുതാം. അത്ര ശക്തമായ താക്കീത് രാജ്യ തലസ്ഥാനത്തു നിന്നും ഇന്ന് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ഉണ്ടായി. ശരി ശ്രീകാന്ത്, ശബരിമല സംരക്ഷണത്തിനായി രാജ്യ തലസ്ഥാനത്ത് സംഗമിച്ചത് ഭക്ത സഹസ്രങ്ങളായിരുന്നു. പമ്പാതടത്തിൽ പിണറായി സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ആളൊഴിഞ്ഞ കസേരകൾ സാക്ഷിയായെങ്കിൽ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയത് 100 കണക്കിന് ഭക്തരാണ്.